ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയൊരു തെറ്റിദ്ധാരണ ക്രൈസ്തവ ലോകത്തുണ്ട്. ദൈവം ആദാമിനെ ശപിച്ച് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയില്ല. പോകുക എന്നുള്ളത് ആദാമിൻ്റെ കൂടി ആവശ്യമായിരുന്നു. ആദാമിനെ സംരക്ഷിക്കുക ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പോകുവാൻ അനുവദിച്ചു. എന്നാൽ ഒരമ്മയുടെ ദുഃഖത്തോടു കൂടിയാണ് ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് അയച്ചത് എന്നുള്ളത് വാസ്തവമാണ്. ഇനി ആദാമിനെ ശപിച്ചു, അതിനേക്കാൾ വലിയൊരു തെറ്റിദ്ധാരണയാണ്. പാമ്പിനോട് പറഞ്ഞു, നീ ജന്തുക്കളിൽ ഏറ്റവും ശപിക്കപ്പെട്ടിരിക്കുന്നു. ആദാമിനോട് എന്താ പറയുന്നത്? നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാ ദൈവം പറയുന്നത്. ആദാം ശപിക്കപ്പെട്ടവരാണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞില്ല. ഹവ്വയോട് പറഞ്ഞില്ല, നീ ശപിക്കപ്പെട്ടവളാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, വേറെ പല കാര്യങ്ങളും ദൈവം പറയുന്നുണ്ടല്ലോ. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, ഗർഭധാരണവും കഷ്ടവും നിനക്ക് ഏറ്റവും വർദ്ധിപ്പിക്കും, നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും. മനുഷ്യരോട് പറയുന്നു, കഷ്ടതയോടെ നീ അഹോവൃത്തി കഴിക്കും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയോ? സത്യത്തില് അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. സുരക്ഷിതമായ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാം ഭൂമിയിലേക്ക് പോവുകയാണ്. ഏദൻ തോട്ടത്തിൽ രാജാവാണവൻ, സർവ്വതിൻ്റെയും അധികാരിയാണവൻ. അവൻ സുരക്ഷിതനാണ്. സമൃദ്ധിയുടെ വിളനിലമാണ് ഏദൻ തോട്ടം. എന്നാൽ ഭൂമിയോ? അവിടെ സമൃദ്ധിയൊന്നുമില്ല. അധ്വാനിക്കണം, കഷ്ടപ്പെടണം. ഒരു ദിവസമോ 2 ദിവസമോ അധ്വാനിച്ചാൽ പോരാ, ആയുഷ്കാലം മുഴുവൻ അധ്വാനിക്കണം. സത്യത്തിൽ ദൈവം പറയുന്നത് ഈ വരാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ്. ഇനി ആദാമിന് ഹവ്വയ്ക്കും പ്രതിസന്ധികളുടെ നാളുകളാണ്. ഏദൻ തോട്ടത്തിലുള്ള സുഖവും സന്തോഷവും സുരക്ഷിതത്വവും ഭൂമിയിലില്ല. അവിടെ അവൻ പാമ്പിന്റെ കടിയേൽക്കാതെ ശ്രദ്ധിച്ച് ജീവിക്കണം, ശ്രദ്ധയോടെ അധ്വാനിച്ച് ജീവിക്കണം. മക്കളുണ്ടാകുമ്പോൾ അത് സന്തോഷമാണെങ്കിലും അതും കഷ്ടതയ്ക്കൂടി വേദനയിൽ കൂടിയാണ് ഉണ്ടാവുക. ഇങ്ങനെ വരാൻ പോകുന്ന പ്രതിസന്ധികൾ പതറാതിരിക്കാൻ ആദാമിനോട് ഹവ്വയോട് വരാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം മുൻകൂട്ടി പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ചോദിക്കാം, ഇതിനൊക്കെ തെളിവെന്താ? ശാപത്തിന്റെ വാക്കുകളാണല്ലോ അതെല്ലാം. 3-ാം അധ്യായം അവസാന ഭാഗത്ത് നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമും ഹവ്വയും പോകുന്നതിന് മുമ്പ് ദൈവം അവർക്ക് വിശിഷ്ടമായൊരു വസ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, 2 പ്രതിസന്ധികളാണ് ആദാമിനുണ്ടായിരുന്നത്. ഒന്ന്, ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാൻ കഴിയുന്നില്ല. ദൈവ സാന്നിധ്യം ആദാമിന് പ്രതിസന്ധിയായി തീർന്നിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? നഗ്നനാണെന്ന് തോന്നല്. അത്തിയില് കൂട്ടി തുന്നി വസ്ത്രം ധരിച്ചിട്ടും നഗ്നനാണ് എന്നുള്ള തോന്നൽ പോകുന്നില്ല. ഇല കൊണ്ടുള്ള വസ്ത്രം സ്ഥിരമായി ഉപയോഗിക്കാനും പറ്റില്ല. ദിവസവും 3 നേരം വസ്ത്രം ഉണ്ടാക്കലും സാധ്യമല്ല. ദൈവം എന്ത് ചെയ്തു? വസ്ത്രമുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. ഭൂമി ഉണ്ടാക്കാൻ ദൈവം കൽപ്പിച്ചു, ഭൂമി ഉണ്ടായി. ആകാശവും ദൈവം കൽപ്പിച്ചു ഉണ്ടായി. സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ദൈവം കൽപ്പിച്ചു ഉണ്ടായി. പക്ഷെ വസ്ത്രം ദൈവം കൽപ്പിച്ചല്ല ഉണ്ടാക്കിയത്. അവരുടെ മുൻപിൽ വെച്ച് തോൽ കൊണ്ട് ദൈവം വസ്ത്രം ഉണ്ടാക്കി. എന്തിനാ? അതവനെ പിടിപ്പിക്കാൻ. ഭൂമിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പിന്നെ ദൈവം അവരുടെ കൂടെ ഇതുപോലെ കാണില്ല. അവർക്ക് വസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ അവർ തന്നെത്താൻ ഉണ്ടാക്കണം. ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അത് വാത്സല്യത്തോടെ ദൈവം അവരെ ധരിപ്പിച്ചു. അവർക്ക് വസ്ത്രം ധരിക്കാനും അറിയുമായിരുന്നില്ല. അപ്പോ അവന്റെ രണ്ടാമത്തെ വലിയ ആവശ്യം, നഗ്നത മറയ്ക്കുക എന്നുള്ള ആവശ്യം, അതുകൂടി നിറവേറ്റി അത് ഉപയോഗിക്കാൻ അവരെ പഠിപ്പിച്ച്, ഉണ്ടാക്കാൻ അവരെ പഠിപ്പിച്ച്, മകനെ വേർപിരിയുന്ന ഒരു മാതാവിന്റെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് ആദാമിനെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിൽ നയിക്കുന്നത്. ഉറപ്പാണ്, ദൈവം ആദാമിനെ ശപിച്ചില്ല, ദൈവം ആദാമിനെ പുറത്താക്കിയില്ല. വേദനയോടുകൂടെ, എന്നാൽ അത് അമ്മയുടെ വാത്സല്യത്തോടുകൂടെ. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ദൈവം ആദാമിനെ
ഏദൻ തോട്ടത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു. ദൈവം ശപിക്കുന്നവനല്ല. ദൈവം നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.